ചില യൗവനക്കാർ കടന്നു വന്നിരിക്കുന്നു. അവർക്ക് ഈ പൊന്നും വെള്ളിയും കൊടുപ്പാൽ തന്നയേക്കാൾ എലീശ പ്രവാചകൻ പറഞ്ഞേച്ചു എന്ന് പറഞ്ഞു ഗേഹസി കള്ളം പറയുകയാ. രണ്ട്, യേശുവിന്റെ മുമ്പിൽ ഈ 2020 കള്ളം പറയരുത്. ദൈവത്തിന്റെ അടുക്കൽ നിന്നിട്ട് കള്ളം പറയരുത്. ഒന്ന്, ആമേൻ, ദൈവമക്കൾക്കെതിരെ പിറുപിറുക്കരുത്. ആമേൻ. രണ്ട്, ദൈവസന്നിധിയിൽ നിന്നിട്ട് എന്ത് ചെയ്യരുത്? കള്ളം പറയരുത്. പിടിക്കുന്നില്ല അല്ലേ ആർക്കും? ശത്രുവെ, നിനക്കെന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ യേശുവിൻ്റെ പൈതല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പാരിതോഷമൊക്കെ വാങ്ങി ഗേഹസി കൊണ്ട് എവിടെയാ പൂട്ടി വെച്ചേ? വീട്ടിൻ്റെ അകത്ത് കൊണ്ടുപോയി പൂട്ടി വെച്ചു. പുള്ളി വിചാരിച്ചത് ഇതൊന്നും ആത്മാവ് അറിയത്തില്ല. അബേസ്തോത്രം പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോൾ ഗേഹസിയോട് എലീശ പ്രവാചകൻ ചോദിച്ചു, ഗേഹസി, നീ നയമാന്റെ പുറകെ പോയപ്പോൾ സ്വത്രം പറയുന്നില്ല ആരും. ആമേൻ. പ്രവാചകന്റെ ചോദ്യം, നീ നയമാന്റെ പുറകെ പോയി ആ പാരിതോഷികങ്ങൾ വാങ്ങി വീട്ടിനകത്ത് പൂട്ടി അടച്ച് കെട്ടി വച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നത് നീ അറിഞ്ഞില്ലയോ ഗേഹസിയേ? ഹല്ലേലൂയ. എന്താണ് അധംപതന? എന്താണ് തകർച്ച? എന്താണ് പ്രിയ ദൈവമൈതലേ? ആമേ, കിടപ്പാടം വിറ്റ് ചികിത്സിച്ചിട്ട് നിന്റെ രോഗം മാറാത്തത്, നിന്റെ ശാപം മാറാത്തത്, നിന്റെ പ്രശ്നത്തിന് വിടുതൽ ഉണ്ടാകാത്തത്, നീ പ്രാർത്ഥിച്ചിട്ട് നന്മ കിട്ടാത്തത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ പൈതലെന്ന് നിന്നിട്ട് ദൈവത്തിന് ഹിതമില്ലാത്ത പച്ചക്കള്ള പറയുന്നത് കൊണ്ട്. ഓ ജീസസ്. പ്രവാചകൻ പറഞ്ഞു, നീ വാങ്ങി ഇതെല്ലാം വച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ പച്ചക്കള്ളം പറഞ്ഞത് കൊണ്ട് നയമാന്റെ മേൽ വന്ന അതേ കുട്ടം നിന്റെ മേൽ കടന്നു വരട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവ പൈതലെ ഞാൻ കൈമാറുന്നു. പാപമെന്ന കുട്ട, പെറുപെറുപ്പെന്ന കുട്ട, ഹല്ലേലൂയ, ഹല്ലേലൂയ, കള്ളം പറയുന്ന കൂട്ടം ഇന്ന് രാത്രിയിൽ വേരോടെ പിഴുത നീ പുറത്തേക്ക് കളഞ്ഞിട്ട് വേണം ഈ ആലയം വിട്ട് കടന്നു പോകാൻ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ 2020 എത്രത്തോളം നിന്നെ കർത്താവിന് വേണ്ടി ഒരു തിളങ്ങുന്ന ജ്യോതിസിനെ പോലെ ഒരുക്കി കൊടുക്കാൻ കഴിയുന്നുവോ, നീയാണ് ഈ 2020 ഭാഗ്യവാൻ. കാരണം കർത്താവ് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുക. സ്വത്രം പറയുന്നില്ല. എൻ്റെ സംസാരത്തിൽ പറഞ്ഞത്, എൻ്റെ നോട്ടത്തിൽ പറഞ്ഞത്, എൻ്റെ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയുവാൻ ഞാൻ എൻ്റെ ഹൃദയം കീറി കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അവൻ അതിനകത്തെനിക്ക് ആശ്വാസത്തെ പകരാതെ ഹൃദയത്തിൻ്റെ കവാടം അടയത്തില്ല. സ്വത്രം. ഒന്ന്, എങ്ങനെ രോഗം കടന്നു വരും? പാപം നമ്മളെ രോഗത്തിലേക്ക് കൊണ്ടുപോകും. രണ്ട്, ദൈവ മക്കൾക്കെതിരെ പിറുപിറുത്താൽ ദൈവത്തിൻ്റെ ശാപം നമ്മുടെ മേൽ കടന്നു വരും. രോഗം നമ്മളെ കാർന്നു പിടിക്കും. മൂന്ന്, ദൈവത്തിൻ്റെ അടുക്കൽ വിശ്വാസി. എന്റെ യേശുവിന്റെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ് ആകാത്തവരെയും നല്ലവരെയും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മുമ്പിൽ ഒന്നും നിങ്ങൾക്ക് ഒളിച്ചു വയ്പ്പാൻ കഴിയത്തില്ല. ആമേൻ. അടുത്ത ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോനെ കാണാം. സ്വതന്ത്രം വായിക്കാമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 16:19 മുതൽ 21 വരെ വേഗത്തിൽ വായിക്കാം. അവൾ അവനെ മടിയിലുറക്കി ഒരാളെ വിളിപ്പിച്ചു തലയിലെ ജട 7 കളയിച്ചു. തലയിലെ ജട 7 കത്രിച്ചു കളഞ്ഞു. കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ട് കടന്നുപോയി. പിന്നെ അവൾ ശിംശോനെ ഫെലിസ്ത്യരിതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്ന് യഹോവയുടെ ആത്മാവ് തന്നെ വിട്ടു എന്നറിയാതെ ശിംശോൻ ഞാൻ മുമ്പിലത്തെ പോലെ ഒഴിഞ്ഞുകളയുമെന്ന് വിചാരിച്ചു. ഒന്ന് പയറ്റി ആത്മാവിന്റെ ശക്തിയോടെ വിജയം കാണുമെന്ന് ശിംശോൻ വിചാരിച്ചു. ദലീലയുമായി ശിംശോൻ എപ്പോൾ പാപം ചെയ്തുവോ അവന്റെ ജഡ നഷ്ടപ്പെട്ടു. അവന്റെ ശക്തി എന്റെ ദൈവം എടുത്തു മാറ്റി. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് അവൻ 1000 പേരെ സംഗ്രഹിച്ചവൻ. കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 കൂട്ടിയവൻ. സ്വത്രം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിനക്കൊരു പേഴ്സണാലിറ്റി വേണം. നിന്നെ വിളിച്ചവന്റെ മുമ്പ് എല്ലാ ദിവസവും നിന്റെ ഹൃദയത്തെ തുറന്നു കാട്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവൻ മറപോയി നിന്റെ ഹൃദയത്തിനകത്ത് ഒന്ന് ഒളിച്ചു വയ്ക്കല്ലേ. ശാപം, ശാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ സ്തോത്ര. അടുത്ത 4 എപ്പോഴാ ദൈവത്തിന്റെ ശക്തി നഷ്ടപ്പെടുന്നതോ, ദൈവത്തിന് ഹിതമില്ലാത്ത അവൻ പ്രവൃത്തി നീ ചെയ്യുമ്പോഴത്രേ. സ്തോത്രം, സ്തോത്രം. മീഖായുടെ പുസ്തകം 6:11 മുതൽ 13 വരെ വായിക്കാം. മീഖായുടെ പുസ്തകം. കള്ളത്തുലാസും കള്ളപ്പടിയിലിട്ട് സഞ്ചിയുമുള്ളവനെ ഞാൻ നിർമ്മലനായിട്ട് എണ്ണുമോ. സ്വത്രം നിർമ്മലനായിട്ട് അവനെ എണ്ണുമോ. അതിലെ ധനവാന്മാർ സാഹസപൂർണന്മാരാകുന്നു. അതിന്റെ നിവാസികൾ വ്യാജം സംസാരിക്കുന്നു. ഹല്ലേലൂയ. കള്ളത്തുലാസുകൾ, കള്ളപ്പടികൾ ആകയാൽ എന്റെ ദൈവം നിന്നെ കഠിനമായി ദണ്ഡിപ്പിക്കാം. ഓ റബശഖറസിക്കമ. ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും തമ്പുരാന് ഹിതമാമണ്ണം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ പ്രതികൂലത്തിലായി പോകും, ഇല്ലെങ്കിൽ നമ്മൾ വീണു പോകുവാനിടയായിത്തീരാ. ഹല്ലേലൂയ എന്നും പറഞ്ഞ് വായും കെട്ടി ഇരിക്കണമെന്നല്ല സംസാരിക്കുക. പക്ഷേ ഇതെല്ലാം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ എല്ലാ ദിവസവും രാത്രിയിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച നിന്റെ ഹൃദയത്തെ അവനൊന്ന് തുറന്ന് കാണിച്ചു കൊടുക്കണം. ബൈബിൾ പറയുന്നു, ലംഘനം മറച്ചു വയ്ക്കുന്നവനോ ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ മഹാദൈവം മനസ്സിലുമുള്ള ദൈവം നമ്മളെ കൂടെയുണ്ട്. എങ്ങനെയാണ് രോഗം കടന്നു വരുന്നത്? പിശാച് നമ്മളെ രോഗത്തിലേക്ക് കൊണ്ടുപോകും. ആരാ കൊണ്ടുപോകുന്നത്? പാപം രോഗത്തിലേക്ക് കൊണ്ടുപോകും. ദൈവമക്കൾക്കെതിരെ പിറുപിറുത്താൽ കൊണ്ടുപോകും. ദൈവഹിതമില്ലാത്ത പ്രവൃത്തി ചെയ്താൽ രോഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ശക്തി അവൻ നഷ്ടപ്പെടുത്തി കളയും. ആമേൻ. അടുത്ത 4 അവൻ പിശാച് നമ്മെ രോഗത്തിലേക്ക് കൊണ്ടുപോകും. വേഗത്തിൽ വായിക്കാം. മാർക്കോസ് 9:25-26. എന്നാറേ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടു പോ, ഇനി അവനിൽ കടക്കരുത്. ഹല്ലേലൂയ. ഒരു പിതാവിന്റെ മകന് ചന്ദ്രരോഗമെന്ന ഒരു മാരക രോഗമുണ്ട്. ആ രോഗം ഇവന്റെ മേൽ പിടിക്കുമ്പോൾ ഇവന് എപ്പോഴാണ് ആ രോഗം ഇവനെ കാർന്നു പിടിക്കുന്നത്? തീ കാണുമ്പോൾ, വെള്ളം കാണുമ്പോഴെല്ലാം ഈ രോഗം അവനെ കാർന്നു പിടിച്ചോ അവൻ തറയിൽ വീണ് വല്ലാതെ അവൻ പതയും നിറയും വന്ന് മരിച്ചവനെ പോലെയായിത്തീരും. അവൻ മരിച്ചവനെ പോലെയായിത്തീരും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എങ്ങനെയായിത്തീരും? മരിച്ചവനെ പോലെ. ആ പിതാവ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് പരാതി. ഇവനെ ഞാൻ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. അവർ പ്രാർത്ഥിച്ചിട്ട് ഇവന് സൗഖ്യം കിട്ടിയില്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസമാണ് ഇതിന് കാരണം. അവർക്കും ദൈവം ഒരു നോവ് കൊടുത്തു, എന്നിട്ടതൊരു താങ്ങ് കൊടുത്തു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു ആ പിതാവിൻ്റെ മകനെ നോക്കിക്കിട്ട ഇവനിലുള്ള ദുഷ്ടാത്മാവെ വിട്ടുപോ. അപ്പോൾ തന്നെ ഇവന്റെ ശരീരത്തിൽ നിന്നും ആ ദുരാത്മാവ് ഇവനെ തറയിലിട്ട് വല്ലാതെ വേദനിപ്പിച്ചോ നുരപ്പിച്ചോ പതയും നിറയുമെന്ന് ഇവനെ വിട്ടുപോയി. ഇവൻ മരിച്ചവനെ പോലെയായി. പക്ഷേ എൻ്റെ ദൈവം അവനെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചു. സാത്താൻ നമ്മളെ രോഗത്തിലേക്ക് കൊണ്ടുപോകുക. അതേ പിശാചിൻ്റെ ശക്തികൾ നമ്മളെ രോഗത്തിലേക്ക് കൊണ്ടുപോകുക. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ 2020 ആമേൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. യേശുവേ, എന്നിൽ വന്നിരിക്കുന്ന രോഗം പിശാച് കൊണ്ടിട്ടതാണോ? അതിന് കാരണമായിരിക്കുന്ന കുറവുകളെ ക്ഷമിച്ച ആ ശത്രുവിനെ തകർത്ത് എൻ്റെ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചനകൾ അധികമായി കൈമാറി തരികയാണ്. ഹല്ലേലൂയ. ലൂക്കോസ് 13:11-12 വായിക്കാം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയേ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ഒരിക്കൽ ദേവാലയത്തിൽ
ആമേൻ സ്തോത്രം പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ആമേൻ ഒത്തിരി പേര് യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ കടന്നു വന്നു. ആമേൻ ഇതുപോലെ കോട്ടും ടൈമൊക്കെ കെട്ടിയും ആമേൻ പണ്ടത്തെ ഇമ്പോല കാറിലൊക്കെ കടന്നു വന്നവരല്ല ഈ ആമേൻ ദേവാലയത്തിനകത്തുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് ഏതെങ്കിലും ഒരു നാൾ ഈ ദേവാലയത്തിൽ വരും, അന്ന് എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടുകൂടെ ജന്മനാൽ കൂരിയായ സ്ത്രീ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പലരും കളിയാക്കി, പലരും പരിഹസിച്ചു, പലരും നിന്ദിച്ചു. ഓ, ഇവളൊന്നും ഇങ്ങനെ തന്നെ പോകുന്നു, ഇവൾക്ക് ഇതുവരെ സൗഖ്യം കിട്ടിയില്ലേ. അവളുടെ ഉള്ളിനകത്ത് ആമേൻ ശത്രു കെട്ടി ആമേൻ വച്ച കെട്ടികളെ അഴിപ്പാൻ എനിക്ക് ജീവനെ തന്ന യേശുവിന് കഴിയും എന്നവൾ വിശ്വസിച്ചു. ഒരിക്കൽ യേശു അവിടെ വന്നപ്പോൾ ആമേൻ അവൾ മനസ്സിൽ ചിന്തിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ കണ്ടതും ഒന്നായിരുന്നു. യേശു ആരുടെയും പുറത്ത് കരം വച്ചില്ല. ആ സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞു. ഇവിടെ പറയുന്നു, അവളുടെ മേൽ രോഗത്തെ കൊണ്ടിട്ടത് പിശാചാണ്, സാത്താനാണ്. അവിടെ ശരീരത്തിൽ എന്തുകൊണ്ടിട്ടത്? രോഗത്തെ കൊണ്ടിട്ടത്. അപ്പോസ്തല പ്രവൃത്തി 19:12 വേഗത്തിൽ വായിക്കാം. അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും പുത്തരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ട് മാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് രോഗികളുടെ മേൽ എന്താ കൊണ്ടിട്ടെ? റൂമാലും ഉത്തരീയവും രോഗികളുടെ മേലിട്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്? മിറക്കിൾ അവിടെ നടന്നു. സ്വത്രം പറയുന്നില്ല. ആത്മാവ് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. അടുത്ത 4 അധികം ഫലം കായ്ക്കാൻ വേണ്ടി ദൈവം നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകും. അധികം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒരു ഭാരം തന്ന്, ഒരു രോഗം തന്ന്, ഒരു വേദന തന്ന്, അതെല്ലാം ദൈവം തരുന്നത്. ചിലരൊക്കെ പറയും ഇത് ദൈവം അറിയാതെ സംഭവിച്ചതല്ല. ആമേൻ, ദൈവം അതെടുത്തു മാറ്റും. നല്ല ചിന്ത, നല്ല വിശ്വാസം. ഹല്ലേലൂയ. അതേ, ഒരു രോഗം, ഒരു ഭാരം, ഒരു വേദന തന്ന് നിന്നെ കൊണ്ടുപോകുന്നത് എന്തിനെന്നറിയാമോ? കർത്താവിന് വേണ്ടി അധികം ഫലം കായ്ക്കാൻ. ആമേൻ. യോഹന്നാൻ സുവിശേഷം 15:2 വേഗത്തിൽ വായിക്കാം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. അടുത്ത പോയിന്റ് ആണ് നമുക്ക് പ്ലസ് പോയിന്റ്. കായ്ക്കുന്ന കൊമ്പുകളെ എല്ലാം അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെടിപ്പാക്കുന്നു. ഹല്ലേലൂയ. ഒരു സ്വത്രം പറയാമോ? ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവനെ ഒരു ഭാരത്തിലൂടെ, ഒരു വേദനയിലൂടെ ആമേൻ ഒരു കൈനെ നഷ്ടപ്പെടുത്തി ആമേൻ അവൻ കൊണ്ടുപോകുന്നത് എന്തിനെന്നറിയാമോ? അവന് വേണ്ടി പ്രശംസാ വിഷയമായി തീരുവാൻ അവളെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുക. അത് ദൈവത്താൽ നിമിത്തമാണ്. നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിനാ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദേശാന്തരങ്ങളിൽ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടതിനാ നിന്നെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്ര. അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നു. ആമേൻ. 5 ദൈവ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടേണ്ടതിനാണ്. സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. എന്തിനാ? ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാ. യോഹന്നാൻ 9:1 മുതൽ 3 വരെ പഠിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. വായിക്കാം വേഗത്തില. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ അവൻ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്ക വിധം ആർ പാപം ചെയ്തു? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചപ്പോ തമ്പുരാന്റെ മറുപടി ഒന്ന് കേക്ക്. അതിനേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല മറിച്ച് ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. ഹല്ലേലൂയ. ഒരു സ്വത്രം പറയാൻ പറ്റുമോ? കരമടിച്ചൊരു സ്വത്രം പറയാൻ പറ്റുമോ? നിന്റെ ജീവിതത്തിൽ ഒരു ഭാരം, ഒരു വേദന വരുന്നത് നോക്കിക്കോ. അത് നിന്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമല്ല, ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെട്ടു വരേണ്ടതിനത്രേ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റെടുക്കാമോ? അതേ, ഒരു ഭാരം, ഒരു വേദന നിന്റെ ജീവിതത്തിൽ വരുന്നത് നിന്റെ അമ്മയപ്പന്മാർ ചെയ്ത, നിന്റെ പ്രിയപ്പെട്ടവർ ചെയ്ത പാപമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെട്ടു വരേണ്ടതിനത്രേ. അവൻ
ഒരു ഭാരത്തിലൂടെ, വേദനയിലൂടെ, നിരാശയിലൂടെ, ഇത്തിരി കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ നിന്നെ കൊണ്ടുപോകുന്നത് നിന്നെ ചെത്തി വെടിപ്പാക്കുക. ഇനി നമ്മൾ രോഗിയായിരിക്കേണ്ട ആവശ്യമില്ല. ആമേ സ്തോത്ര. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇനി നമ്മൾ ഭാരത്തിലായിരിക്കേണ്ട, ഇനി കടഭാരത്തിലായിരിക്കേണ്ട, പാപം എന്ന കുറ്റം ചുമക്കണ്ട, കടഭാരം എന്ന കുറ്റം ചുമക്കണ്ട, ക്യാൻസർ എന്ന കുറ്റം ചുമക്കണ്ട. അതേ പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രിയിൽ നാം എല്ലാവരും യേശുവിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കവിഴ്ന്ന് വീണു. ആമേ സ്തോത്ര. ആ പട്ടണത്തിലിരുന്ന യേശുവിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു, യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കുറ്റത്തെ മാറ്റുവാനായി കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ, ശുദ്ധമാകാ. ഇന്ന് രാത്രിയിൽ 2020 ഒരു ശുദ്ധീകരണത്തിൻ്റെ രാത്രിയാ. നമ്മളുടെ മേലധികാരി യേശു ക്രിസ്തു അത്രേ. ആ ദൈവത്തിൻ്റെ കാലിലേക്ക് നമ്മൾ കവിഴ്ന്ന് വീണാൻ പോവുകയാ. നമ്മളിന് രോഗിയായിരിക്കേണ്ട, നമ്മളിന് ഭാരത്തിലായിരിക്കേണ്ട, നമ്മളിന് വേദനയിലായിരിക്കേണ്ട, നമ്മൾ നിരാശയിലായിരിക്കേണ്ട. ഇന്ന് രാത്രിയിൽ നമുക്ക് അവൻ്റെ കാലിൽ കവിഴ്ന്ന് വീഴാം. ആ കുഷ്ഠരോഗി കവിഴ്ന്ന് വീണതുപോലെ. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുക, കണ്ണുകളെ അടയ്ക്കുക. ഹല്ലേലൂയ. സമയപരിധി കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കുക. ഓ യേശുവിൻ്റെ കാലിലേക്ക് കവിഴ്ന്ന് വീണ, കെട്ടിപ്പിടിക്കുക. ആമേൻ. വിടരുത്. യേശുവേ എൻ്റെ അവസ്ഥകൾ ഇങ്ങനെയാണ്, എൻ്റെ കുറവുകൾ ഇങ്ങനെയാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനോട് ക്ഷമിക്കണമേ, അങ്ങനോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, അങ്ങനോട് ക്ഷമിക്കണമേ കർത്താവേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക? യേശുവിൻ്റെ കാലിൽ കെട്ടിപ്പിടിക്കുക. പാപം നമ്മളെ രോഗത്തിലേക്ക് കൊണ്ടുപോകുക, പിശാചിൻ്റെ ശക്തികൾ രോഗത്തിലേക്ക് കൊണ്ടുപോകുക. ദൈവമക്കൾക്കെതിരെ പിറുപിറുത്താൽ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ ജ്വലിക്കുക. ഓ കള്ളം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശാപം നമ്മുടെ മേൽ കടന്നു വരിക. അതെ, പിശാചി നമ്മളെ രോഗത്തിലേക്ക് കൊണ്ടുപോകുക. അധികം ബലം കാക്കേണ്ടതിനാ ഹല്ലേലൂയ അവൻ നമ്മളെ ചെത്തി വെടിപ്പാക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാ ഹല്ലേലൂയ അവൻ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുക. ഇന്ന് രാത്രിയിൽ ഒരു സമർപ്പണത്തിൻ്റെ രാത്രിയാകട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുക, കണ്ണുകളെ അടയ്ക്കുക. ഇത് നിങ്ങളുടെ കെട്ടുകൾ അഴിയേണ്ട രാത്രികാല. ഇത് നിങ്ങൾ വന്നതുപോലെയല്ല പോകുന്നത്. ഇന്നൊരു പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടാൻ പോകുക. ഇതോ ഹല്ലേലൂയ ഒരുത്തൻ ക്രിസ്തുവിലായ ഓ ഇതോ പഴയത് മാറിപ്പോയി, സകലതും പുതിയതായി തീരുന്നു. ഒരു പുതിയ മനുഷ്യനാ ഈ ആലയം വിട്ട് കടന്നു പോകാം. നമുക്ക് ആ കുഷ്ഠരോഗി കെട്ടിപ്പിടിച്ചതുപോലെ യേശുവിന്റെ കാലിൽ കെട്ടിപ്പിടിക്കാം. എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ. എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർലോകവാസമോർക്കും പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. എന്നുമേഘെ വന്നിട്ട് എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ. എന്നുമേഘെ വന്നിട്ട് എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ഹല്ലേലൂയ. ഈ ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നീടിലും തന്റെ കാന്തയത്ര സുന്ദരി. ഈ ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നീടിലും തന്റെ കാന്തയത്ര സുന്ദരി. കേദാരകൂടാരങ്ങളിൽ സോളമൻതീരശിലകളിൽ വെല്ലുന്നതാം ശോഭയുള്ളവൾ. കേദാരകൂടാരങ്ങളിൽ
സോളമൻ തിരശീലകൾ വെല്ലുന്നതാം ശോഭയുള്ളവൾ. ശാരോനിലെ പനിനീർപ്പൂ താഴ്വരയിലെ താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. ശാരോനിലെ പനിനീർപ്പൂ താഴ്വരയിലെ താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കോടികളെറിയ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭയിൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. കോടികളെറിയ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. കണ്ണീരില്ല നാടതിന് ശോകമില്ല വീടതിന് എന്നു വന്നു ചേർത്തിടും പ്രിയ. കണ്ണീരില്ല നാടതിന് ശോകമില്ല വീടതിന് എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാർത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാനെന്തു താമസം. നിന്നെ കാണാനാർത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാനെന്തു താമസം. എന്നുമേഘെ വന്നു എന്റെ പ്രാണനായക നിന്നെ കാണാനാശയേറുന്നേ. എന്നുമേഘെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാനാശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയച്ചാരയെറിയുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയച്ചാരയെറിയുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ചേർന്ന് പറയാമോ? കണ്ണീരില്ല നാടതിന് ശോകമില്ല വീടതിന് എന്നു വന്നു ചേർത്തിടും പ്രിയ. കണ്ണീരില്ല നാടതിന് ശോകമില്ല വീടതിന് വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാർത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാനെന്തു താമസം. നിന്നെ കാണാനാർത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാനെന്തു താമസം. എന്നുമേഘെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാനാശയേറുന്നേ. എന്നുമേഘെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാനാശയേറുന്നേ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയച്ചാരയെറിയുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയച്ചാരയെറിയുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ശാരോനിലെ പനിനീർപ്പൂ താഴ്വരയിലെ താമര മുള്ളുകൾക്കിടയിൽ വസുവശാന്തയോ. ശാരോനിലെ പനിനീർപ്പൂ താഴ്വരയിലെ താമര മുള്ളുകൾക്കിടയിൽ വസുവശാന്തയോ. കോടികളെറിയ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. കോടികളെറിയ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ.
എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയചാരയടയുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയചാരയടയുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ആശയേറുന്നേ സ്വർലോകവാസമോർക്കുമ്പോൾ പ്രിയചാരയടയുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ ആനന്ദം പരമാനന്ദം